മഹാത്മാഗാന്ധി ഗ്രാമീൺ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷത്തിന്റെ കടുത്ത പ്രതിഷേധത്തിനിടയിലാണ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ബിൽ അവതരിപ്പിച്ചത്. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പാർലമെന്റ് വളപ്പിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ബില്ലിലെ വ്യവസ്ഥകളിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച് സ്പീക്കർ വിളിച്ചു ചേർന്ന ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ നിന്ന് TDPയും JDUവും വിട്ടുനിന്നു. മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുന്നതിനെ എതിർക്കുന്നതിനൊപ്പം ബില്ലിലെ വ്യവസ്ഥകൾ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ തന്നെ അട്ടിമറിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പ്രതിപക്ഷം ബില്ലിനെതിരെ കടുത്ത പ്രതിഷേധമുയർത്തിയത്. DMK MP TR ബാലു ബില്ലിനെതിരെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ബില്ലിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നിരയിലെ നേതാക്കൾ ഉയർത്തിയത്. നിലവിലുള്ള നിയമം പാവപ്പെട്ടവർക്ക് ഉറപ്പു നൽകുന്ന 100 ദിവസത്തെ തൊഴിൽ എന്ന അവകാശത്തെ പുതിയ ബിൽ ദുർബലപ്പെടുത്തുമെന്ന് പ്രിയങ്ക കുറ്റപ്പെടുത്തി. തൊഴിൽ ദിനങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടായെന്ന് വരുത്തി തീർക്കാൻ മാത്രമാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും പ്രിയങ്ക ആരോപിച്ചു. सर, जो हमारे संविधान की जो मूल भावना है कि हर एक व्यक्ति के हाथों में शक्ति होनी चाहिए, वही मूल भावना पंचायती राज में है और उस मूल भावना के विरोध है ये जो अधिनियम जो ये विधेयक आ रहा है. ബില്ല് ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുന്നതാണെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. This is also a fundamental attack on constitution, this bill. So my point is that, sir, father of nation who led the freedom struggle, Mahatma Gandhi, Honorable Minister Shivraj Chauhan ji, your name will be remembered. The minister who removed the father of the nation's name, your name will be removed. ശശി തരൂർ MPയും ബില്ലിനെതിരെ ആഞ്ഞടിച്ചു. To remove the name Mahatma Gandhi is to strip the bill of its moral compass and its historical legitimacy, and then to have two languages in the title just to make the acronym J. Ramji is not just a violation of Article 348 as pointed out in the previous discussion, but it also reminds me of a song, of a lyric from my childhood, sir. Mere bachpan mein ye gaate the, dekho ye divano o divano ye kaam mat karo, റാം കാ നാം ബദ്നാം മത് കരോ. 60 ദിവസം പദ്ധതി സസ്പെൻഡ് ചെയ്യുന്നത് ജന്മിമാർക്ക് കുറഞ്ഞ കൂലിയിൽ തൊഴിലാളികളെ ലഭിക്കാനാണെന്ന് ജോൺ ബ്രിട്ടാസ് MP ആരോപിച്ചു. അവകാശത്തെ ഒരു ഔദാര്യമാക്കി മാറ്റുന്നുള്ളതാണ്. മാത്രമല്ല ഇതൊരു സീലിംഗ് വെച്ചിരിക്കുകയാണ്. അതായത് ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്യുന്ന പണത്തിന് അനുസരിച്ച് മാത്രമേ നിങ്ങളുടെ അവകാശം നിഷ്കർഷിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവകാശമല്ല. ഞങ്ങളൊരു പണം വെക്കും, ആ പണത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. ആ ജോലി കഴിഞ്ഞാൽ, ആ പണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയില്ല. ബിൽ JPCക്ക് വിടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഗാന്ധിജി ഹൃദയത്തിലുണ്ടെന്നും അതുകൊണ്ടാണ് 100 പ്രവൃത്തി ദിനമെന്നത് 125 ദിവസമാക്കിയത് എന്നുമായിരുന്നു പ്രതിപക്ഷ വിമർശനത്തോട് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ മറുപടി. महात्मा गांधी जी को मानते नहीं है, हम महात्मा गांधी जी की भी मानते हैं और उन्हीं के विचारों पर आधारित, पंडित दीनदयाल उपाध्याय जी के विचारों पर आधारित. പ്രതിപക്ഷ ബഹളങ്ങൾക്കും തടസ്സവാദങ്ങൾക്കുമിടെ ശബ്ദ വോട്ടോടെ ബിൽ സഭയിൽ അവതരിപ്പിച്ചു. പുതിയ ബിൽ അനുസരിച്ച് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അതിജീവിക മിഷൻ എന്നാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര്. VBG റാംജി പദ്ധതി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടും. കേന്ദ്ര സർക്കാർ 60%, സംസ്ഥാന സർക്കാർ 40% പദ്ധതി വിഹിതം നൽകണം. നേരത്തെ 10% മാത്രമായിരുന്നു സംസ്ഥാന വിഹിതം. പ്രതിപക്ഷ പ്രതിഷേധം തുടരുമെങ്കിലും അടുത്ത ദിവസം തന്നെ ബിൽ പാസാക്കിയെടുക്കാനാകും സർക്കാരിന്റെ ശ്രമം. ന്യൂസ് മലയാളം, ഡൽഹി.